യുദ്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മെയ് 9 എന്നീ ശനിയാഴ്ച രാത്രി ആകാംക്ഷയുടെ മുൾമുനയിൽ ലോകം നിൽക്കവേ അതിൻ്റെ കാരണം അമേരിക്ക കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിന് ഒരു കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് രാത്രി വൈകിയെങ്കിലും കിട്ടും എന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരിക്കുന്ന രാത്രി. അങ്ങനെ ഇരിക്കവേ അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇതുവരെ ഫെബ്രുവരി 28 ശേഷം പുറത്ത് പബ്ലിക് വ്യൂവിൽ വന്നിട്ടില്ലെങ്കിലും ഇറാൻ്റെ പരമോന്നത മേധാവി ആയത്തുള്ള മൊജ്തബ ഖാമിനി തന്നെയാണ് സ്ട്രാറ്റജി എല്ലാം രൂപീകരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് നിർണായക വിവരങ്ങൾ നൽകി നിർണായകമായിട്ടുള്ള റോളിൽ നിൽക്കുന്നത് എന്ന കാര്യമാണ്. ഇത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി നൽകിയിരിക്കുന്നതാണ് എന്നാണ് പെൻറ്റഗണം റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായിട്ട് 2.5 മണിക്കൂർ മൊജ്തബ ഖാമിനി സംസാരിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങളും ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിട്ടാണ് വിവരം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇറാൻ്റെ സ്റ്റാൻഡ് എന്താണ്? ഇറാൻ പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഉന്നത വൃത്തങ്ങളുമായി ഇന്നലെയും ഇന്നുമായിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും അമേരിക്കയുടെ നേതൃത്വം ഈ തന്നിരിക്കുന്ന പ്രപ്പോസലിൽ തന്നെ എത്ര കണ്ട് സീരിയസ് ആണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പരസ്യമായി പറയുകയും ചെയ്തതായിട്ടാണ് വിവരം. അതായത് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെ അംഗീകരിച്ചാലും സൈൻ ചെയ്തു കൊടുത്താലും പാലിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഇറാൻ വിശ്വസിക്കുന്നതെന്ന്. അതിന് കാരണമായി പറയുന്ന ഹോർമൂസ് മേഖലയിൽ കഴിഞ്ഞ രാത്രിയിലും ഇന്നുമൊക്കെ സംഘർഷങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ സംഘർഷങ്ങൾ തുടരുകയാണ്. ഇറാൻ്റെ ഫിഷർമെൻ ഈ മത്സ്യബന്ധനത്തിലൊക്കെ പോയ ആളുകളെ ആ ക്രൂ അംഗങ്ങളെയൊക്കെ പിടിച്ച് ആക്രമണത്തിന് വിധേയമാക്കിയെന്നും അവരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നീട് ഇറാൻ തന്നെ അത് ഡിലേ ചെയ്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിലാണ് അമേരിക്ക പറയുന്നത് ഒരു കാരണവശാലും ഈ US ബ്ലോക്കേഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് മറ്റുള്ള കപ്പലുകൾ ഇറാൻ്റെ പോർട്ടിലേക്ക് പ്രവേശിക്കുകയോ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി കൊണ്ടിരിക്കുന്ന ബ്ലോക്കേഡ്, ആ ഉപരോധം ഫുള്ളായിട്ട് തന്നെ തുടരും എന്ന് അമേരിക്ക ഇന്ന് വീണ്ടും അറിയിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്ക പറയുന്ന കാര്യങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ പറ്റുന്ന ഗൗരവത്തിലല്ല എന്നാണ്. ഇന്ന് അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കിൽ ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് 58 കപ്പലുകളെ വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞു എന്നാണ് ആ US സെൻട്രൽ കമാൻഡിൻ്റെ ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റു പല കപ്പലുകളെയും ഡിസേബിൾ ചെയ്യാൻ പറ്റി എന്ന വാക്കും പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്നൊരു മറുപടി എപ്പോൾ തിരിച്ചു കൊടുക്കും, എങ്ങനെ കൊടുക്കും, എന്തായിരിക്കുമെന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നൊരു പുതിയ അറിയിപ്പ് വരുന്നത്. ഞങ്ങളുടെ HMS ഡിസ്ട്രോയർ എന്ന് പറയുന്ന അതിശക്തമായ കപ്പൽ മിഡിൽ ഈസ്റ്റ് തീരത്തേക്ക് പോകാൻ തീരുമാനിച്ചു, അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം. ഇത് ആളുകൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നാണല്ലോ ബ്രിട്ടൻ്റെ നിലപാട്. അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നുള്ളതാണല്ലോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത്. എന്നിട്ട് എന്താണ് ഇപ്പോൾ HMS ഡിസ്ട്രോയർ അയക്കാൻ തീരുമാനിച്ചെന്ന് മിഡിൽ ഈസ്റ്റ് തീരത്തേക്ക് പോകുന്നു എന്നുമൊക്കെ പറയുന്നത്? എന്തെങ്കിലും മാറ്റം വന്നോ? നയത്തിൽ സ്ട്രാറ്റജി മാറ്റിപ്പിടിച്ചോ? അതിൻ്റെ മറുപടിയായിട്ട് കൃത്യമായി UK പറയുന്നു, UK-യും ഫ്രാൻസും അടക്കമുള്ള സഖ്യശക്തികൾ ചേർന്ന് എങ്ങനെയാണ് ഹോർമൂസിലൂടെ നിലവിലുള്ള സാഹചര്യം മറികടക്കുമ്പോൾ കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് സൗകര്യപ്രദമായി സുഗമമായി സമാധാനപരമായി ആത്മവിശ്വാസത്തോടെ പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക, അതിലാണ് ഞങ്ങൾ സഹകരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴേ തന്നെ HMS ഡിസ്ട്രോയർ അങ്ങോട്ട് അയക്കുന്നത് എന്നാണ്. നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരു കാര്യം കൂടി അറിയണം. ഇറാൻ ഈ മേഖലയിൽ പാകിയിരിക്കുന്ന 33 കിലോമീറ്റർ വീതിയിൽ 100-165 കിലോമീറ്റർ നീളത്തിൽ ഒക്കെ പാകിയിരിക്കുന്ന ആ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തുള്ള മൈനുകൾ, വാട്ടർ മൈനുകൾ, ഇതിനെ നിർവീര്യമാക്കണം. നിർവീര്യമാക്കിയില്ലെങ്കിൽ അത് കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴാണ് പൊട്ടുക എന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വിതച്ചിരിക്കുന്ന മൈനുകളെ നിർവീര്യമാക്കാൻ HMS ഡിസ്ട്രോയറിന് കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായി വന്നിരിക്കുന്നത്. രണ്ടാമത്തേത്, പാചകവാതകവുമായും എണ്ണയുമായും പോകുന്ന കപ്പലുകൾ, കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ, പല മേഖലകളിലേക്കും കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായി പോകാൻ പറ്റുമോ എന്നൊരു വിശ്വാസക്കുറവുണ്ട്. അത് പരിഹരിച്ച് ഇതാണ് റൂട്ട്, ഇതിലൂടെ പോയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർക്കൊക്കെ ആത്മവിശ്വാസം കൊടുക്കാൻ കൂടിയാണ്
ഈ യുദ്ധമൊക്കെ കഴിയുന്ന ഘട്ടത്തിൽ HMS ഡിസ്ട്രോയർ എന്ന UK കപ്പലിൻ്റെ ഉപയോഗം വരുന്നത് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇടപെടാനല്ല, ആരെയും സഹായിക്കാനല്ല, ആർക്കും വേണ്ടി വിപ്ലവം ഉണ്ടാക്കാനല്ല, കൃത്യമായും സമാധാനത്തിൻ്റെ പാതയിൽ ആത്മവിശ്വാസം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് UKയും ഫ്രാൻസും ഇടപെടുന്നത് എന്ന് ചുരുക്കം. ഐക്യരാഷ്ട്രസഭ ഇന്ന് ലോകത്തോട് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും അറിയണം. ഈ ഫുഡ് കോസ്റ്റ് വിചാരിച്ചതിനുമപ്പുറം ലോകം മുഴുവനും വർദ്ധിച്ചിരിക്കുന്നു ഈ ഒരൊറ്റ യുദ്ധം കാരണം. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ഇറാനുമേൽ നടത്തിയ ആക്രമണം യുദ്ധമായി ഇങ്ങനെ പരിണമിച്ച് ആഴ്ചകൾ മാസങ്ങൾ കടന്ന് ഇപ്പോൾ 10ാം വാരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ കണക്കിൽ തന്നെ പരമാവധി 4 മുതൽ 6 ആഴ്ച കൊണ്ട് അവസാനിക്കാവുന്ന യുദ്ധം എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് ചെയ്തൊരു കാര്യം ആ പരിധിയെല്ലാം ലംഘിച്ച് അനന്തമായി ഇങ്ങനെ നീങ്ങുന്നു എന്ന തോന്നലുണ്ടാക്കുമ്പോൾ ഏതൊക്കെ കോണിൽ ഫുഡ് ഉപയോഗിക്കുന്നുണ്ടോ, ഏതൊക്കെ കോണിൽ ഷിപ്പ് കൊണ്ട് ഫുഡ് എത്താനുള്ള സാധ്യതകളുണ്ടോ, എവിടെയൊക്കെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട നൂലാമാലകളുണ്ടോ, അവിടങ്ങളിലെല്ലാം ലോകത്ത് മൊത്തം സ്ഥലങ്ങളിലും ഫുഡ് കോസ്റ്റ് കൂടുകയാണ്. ആളുകൾക്ക്, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പല മേഖലകളിലും ആഹാരം കുറച്ചേ കഴിക്കാവുന്ന രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന് 2 കാരണങ്ങൾ. ഒന്ന്, സപ്ലൈ ചെയിൻ കട്ടാവുന്നു, ലോജിസ്റ്റിക് സർവീസുകളില്ല, ഒരുപാട് എക്സ്ട്രാ കാശ് കൊടുത്തുകൊണ്ട് വരണം, അത് ഒന്നാമത്തെ വിഷയം. 2, അതുകൊണ്ട് തന്നെ വലിയ കച്ചവടക്കാരൊക്കെ പൂഴ്ത്തിവെപ്പിലേക്ക്, കരിഞ്ചന്തയിലേക്ക് പോകുന്നു എന്ന തോന്നൽ പേടിപ്പിക്കുന്നു ലോകത്തെ. അമേരിക്കയിൽ തന്നെയുള്ള ഗ്യാസ് പ്രൈസ് ഇന്ന് മെയ് 9-ാം തീയതി ഒരു ഗാലന് $4.53 എന്ന രൂപത്തിലാണ്. അത് ഈ അടുത്ത കാലത്തൊന്നും അമേരിക്ക കാണാത്ത വില വർധനവാണ്. അതുമാത്രമല്ല, മാരകമായ പ്രശ്നം വരാൻ പോകുന്നു എന്ന് പറയുന്നത് ഈ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ കടൽ ഭാഗത്തു കൂടിയാണ് രാസവളം നിർമ്മിക്കാൻ വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകേണ്ടത്. അത് കഴിഞ്ഞ 2 മാസമായി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴൊന്നും രാസവളം നിർമ്മിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഫാക്ടറികളും, വളം നിർമ്മാണ ഫാക്ടറികളൊക്കെ അടച്ചിടാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെയൊക്കെ ജോലി നഷ്ടമായിരിക്കുന്നു. അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കർഷകർക്ക് അടുത്ത 3-4 മാസം കഴിഞ്ഞ് തീരെ വളം കിട്ടില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൃഷിനാശം നേരിടാൻ പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാകുന്ന അങ്കലാപ്പും ആശങ്കയും ആശയക്കുഴപ്പവും ചെറുതല്ല. അത് കാരണം ഉണ്ടാകുന്ന വിലവർദ്ധനവും ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ലോകം ഫുഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത് എന്നതുകൂടി തിരിച്ചറിയണമെന്ന് UN വളരെ വ്യക്തമായി ഉപദേശിക്കുകയാണ്. ഇതേ UN തന്നെ ഒന്ന് ഉഷാറായിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കൂടി ഉപദേശിച്ചു കൊടുത്തെങ്കിൽ ലോകത്തിന് കുറച്ച് സമാധാനം കിട്ടിയേനെ. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ബഹ്റൈനിലുണ്ട്. 40-ലധികം ആളുകളെ അങ്ങനെ ബഹ്റൈൻ്റെ ഇൻ്റലിജൻസ് വൃത്തങ്ങളും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തതായി വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്നിട്ട് ആ രാജ്യത്തിൻ്റെ സമീപനങ്ങൾക്കും നയങ്ങൾക്കും എതിരെ മറ്റേതോ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം പല ഭാഗത്തുമുണ്ട്. അത് ഒരു കാരണവശാലും ഒരു ഭരണകൂടവും അംഗീകരിച്ചു കൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും പുതിയ രൂപമായി ബഹ്റൈൻ ഇതാ 41 പേരെ IRGCക്ക് സപ്പോർട്ട് കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ കാര്യത്തിലാണെങ്കിൽ പോലും യുദ്ധം നടക്കുന്നത് അങ്ങ് ഡൽഹിയിലാണല്ലോ. 3 നേതാക്കന്മാർ കേരളം ഭരിക്കണമെന്ന ആഗ്രഹവുമായി ഡൽഹിയിൽ തമ്പടിച്ച് കിടക്കുന്ന വൃത്താന്തങ്ങളും ചർച്ചകളും ഒന്നുമാകാതെ തൽക്കാലം പിരിഞ്ഞു നിൽക്കുന്നതും, ഇനി ഹൈക്കമാൻഡ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയാൻ വേണ്ടി കാത്തിരിക്കുന്നതും, അതിൻ്റെ മുൾമുനയിൽ കൂടി മലയാളികൾ കടന്നു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരട്ട യുദ്ധങ്ങളുടെ പ്രതീതിയിൽ മലയാളികൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മെയ് 9-ന്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.